വാലറ്റ് മാറ്റാനായിട്ട് മുകളിലുള്ള ആ 3 വരയിൽ ടച്ച് ചെയ്യും. കണ്ടില്ലേ? ഇപ്പൊ ബി എൻ ബി ആണ് ഇവിടെ തെളിഞ്ഞെടുക്കുന്നത്. സൈഡിലുണ്ട് ആ സെർച്ച് ചിഹ്നത്തിന്റെ അടിയിൽ കണ്ടില്ലേ? ബി എൻ ബി ആണ് തെളിഞ്ഞെടുക്കണം. അപ്പൊ നമ്മള് ഇനിയിപ്പോ ബി എൻ ബി വാലറ്റ് 1 പോകണമെന്നുണ്ടെങ്കിൽ അൽഫോ ക്രാക്ക് 1 ഉണ്ട് അവളിൽ ടച്ച് ചെയ്യാം. ജസ്റ്റ് ടച്ച് കണ്ട അത് തുറന്നു വന്നു. അപ്പൊ ഇവിടെ കാണാം ബി എൻ ബി USDT. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെയാണ് USDT ഇടേണ്ടത്. ഇതിന്റെ റിസീവ് അഡ്രസ് എടുക്കുക, കുറച്ച് ബി എൻ ബി ഇടുക, കുറച്ച് USDT ഇടാം. നമ്മൾ എത്രയാണോ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണം അത്രയും USDT ഇടാം. കണ്ട ഇവിടെ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ് ആണ്. സെൻഡും ഉണ്ട് അവിടെ. സെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും അയച്ചു കൊടുക്കാൻ, റിസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട്. ഓക്കെ, ഇനി BFSDയിലേക്ക് പോണ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. തിരിച്ച് ആ 3 വരയിൽ ടച്ച് ചെയ്യാം മുകളിലത്തെ. ഓക്കെ, അവിടെ സെർച്ച് ബി എൻ ബിയുടെ ചിഹ്നം കണ്ട, അതിന്റെ അടിയിൽ EVM കണ്ട ഒളിഞ്ഞു കിടക്കണ, അതിൽ ടച്ച്. ഇപ്പൊ അത് ഹൈലൈറ്റ് ആയി BFSD വാലറ്റ് വന്നു. തിരിച്ച് മുകളിലത്തെ ചിഹ്നം ഒന്ന് ടച്ച് ചെയ്ത് ബി എൻ ബി വന്നു. അടിയിലത്തെ ചിഹ്നം ടച്ച് ചെയ്ത് BFSD വന്നു. BFSDയിൽ ഒന്ന് ടച്ച് ചെയ്യും. ആ വാലറ്റിൽ അതിൽ ഒരു വാലറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. വേണ്ട, BFSD വന്നു, 2 കിടക്കുന്നുണ്ട്. ബിയിലോ 500 കോയിൻ നമ്മൾ മാറ്റിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ വാലറ്റ് ചേഞ്ച് ചെയ്യാൻ. ഇത്ര ഉള്ളൂ. ഇതിന്റെ രണ്ടിന്റെ നമ്മൾ ഒരേ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഈ 2 വാലറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ രണ്ടിന്റെ റിസീവ് അഡ്രസ് ഒന്നായിരിക്കും. ഇനി നമുക്ക് കൂടുതൽ BFSD അല്ല ബിലോ ഇടാനായിട്ട് ബിലോയിൽ ടച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് റിസീവ് കൊടുക്കാം. മറ്റേതിന്റെ അഡ്രസ്സും ഇതിന്റെ അഡ്രസ്സും ഒന്നാണ്. അവസാനം നോക്കിയാൽ D83 മറ്റേതിന്റെയും ഒന്നാണ്. അപ്പൊ ഇതിന്റെ അഡ്രസ് എടുക്കുക, വീണ്ടും ബിലോ കൊടുക്കാം. ഇതേ അഡ്രസ്സിൽ തന്നെ USDT അയച്ചു കഴിഞ്ഞാൽ അവിടെ BNBയുടെ ഇതില് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ?